40-ാം ശ്ലോകത്തിൽ നിങ്ങൾക്ക് കാണാം. കൃഷ്ണൻ പറയുന്നു, പാർത്ഥനൈവേഹനാമുത്ര വിനാശത്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് ദുർഗതിം താതഗച്ഛതി. ഹേ അർജുന, ഒരാൾ നിരന്തരം നല്ലത് പ്രാക്ടീസ് ചെയ്യുന്നുവെങ്കിൽ, അനുഷ്ഠാനം ചെയ്യുന്നുവെങ്കിൽ, ആ അനുഷ്ഠാനം ചെയ്യുന്ന വ്യക്തിക്ക് ദുർഗതിം നഗച്ഛതി, ദുർഗതി ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക? അടുത്ത വരികളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ശുചീനാം ശ്രീമതാം കേഹേ യോഗഭ്രഷ്ടോ വിജായത്തെ എന്നാണ്. നല്ല സംസ്കാരമുള്ള ആത്മീയത ചെറുപ്പത്തിൽ തന്നെ വളർത്താൻ സാധിക്കുന്ന ഒരു അച്ഛനമ്മമാരുടെ അങ്ങനെയുള്ളൊരു ചുറ്റുപാടിലായിരിക്കും ആ ജന്മം വന്നു ചേരുന്നത്. അല്ലെങ്കിൽ യോഗിനാമേവ കുലേ ഭവതി, അത്രയും സ്പിരിച്വലി എവേക്കൻഡ് ആയിട്ടുള്ള, എൻലൈറ്റൻഡ് ആയിട്ടുള്ള, ഹൈലി സ്പിരിച്വലായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ ചെറുപ്പത്തിൽ തന്നെ ഇത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു എൻവയറമെൻറ്റിൽ വന്ന് ജനിക്കുന്ന പറയുന്നത്. അത് ശരിയാണ്, പലരുടെയും ജീവിതത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് എപ്രകാരമാണോ നമ്മുടെ മനസ്സ്, അപ്രകാരമായിരിക്കും നമ്മുടെ ജീവിതയാത്രയും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മനസ്സിന് അമിത സ്വാതന്ത്ര്യം കൊടുത്ത് ഒരിക്കലും മനസ്സിനെ വിശ്വസിച്ച് ജീവിക്കരുത്. കാരണം ഈ മനസ്സാണ് നമുക്ക് ഇനിയും ജന്മങ്ങൾ തരാൻ പോകുന്നത്. അതുകൊണ്ട് ആരെ വിശ്വസിച്ചാലും ആരെ വിശ്വസിക്കരുത്? മനസ്സിനെ വിശ്വസിക്കരുത്. ഭാഗവതം വാൺ ചെയ്യാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കള്ളന്മാരെ പോലും വിശ്വസിക്കാം, പക്ഷെ സ്വന്തം മനസ്സിനെ വിശ്വസിക്കരുത്. കാരണം മനസ്സ് പറയും, കിടന്നുറങ്ങിക്കോളൂ, പ്രായമായില്ലേ, മുട്ടിന് സുഖമില്ലല്ലോ, ഒന്നുകൂടി ഉറങ്ങിക്കൂടെ, 8 മണി വരെ കിടക്കാലോ, ഇതൊക്കെ ആര് പറയും? മനസ്സ് പറയും. അപ്പോഴൊക്കെ മനസ്സിനോട് പറയണം, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദശ്യതേ. ഞാൻ എവിടുന്നാണ് വന്നത്? പൂതനയിൽ നിന്നല്ല, പൂർണ്ണതയിൽ നിന്ന് വന്നതാണ്. എനിക്ക് തിരിച്ചെത്തേണ്ടതും പൂർണ്ണതയിലേക്കാണ്. എനിക്കടാ ഉത്തിഷ്ഠത ജാഗ്രത, എനിക്ക് അങ്ങനെ മനസ്സിനെ ജപിപ്പിച്ചും പരിശീലിപ്പിച്ചും. മനസ്സിലായില്ലേ? എണീക്കാൻ വയ്യെങ്കിൽ പോലും പണ്ടൊരു കാരണവർ പറഞ്ഞ പോലെ, കാരണവർക്ക് 89 വയസ്സ്, എണീക്കാൻ പോലും വയ്യ. അപ്പം മരുമകൻ എന്തോ പറഞ്ഞപ്പം ഭാര്യയോട് പറയാണ്, എടീ തങ്കം, നീ എന്നെ ഒന്ന് പിടിച്ചെണീപ്പിക്ക്, 2 കൊടുക്കട്ടെ എന്ന്. എണീക്കാൻ പോലും വയ്യാത്ത ആൾക്ക് കൊടുക്കാനുള്ളൊരു വാശി. പഴയ കാരണവന്മാരൊക്കെ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ പോലെ, എണീക്കാൻ വയ്യെങ്കിൽ പോലും നാമം ചൊല്ലാൻ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യരുത്. രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ ആയാലും എവിടെയായാലും എന്തു ചെയ്യണം? ആ നാമത്തിൽ വെറുതെ നാമം ചൊല്ലില്ല, ആ വാക്ക് നമ്മൾ മാറ്റണം. നാമം ചൊല്ലുകയല്ല, നാമത്തിൽ ലയിക്കുക എന്നുള്ള വാക്ക്. ഏതാണ്? നാമത്തിൽ ലയിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, നാമം ചൊല്ലും, പക്ഷേ മനസ്സ് വേറെ വഴിക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഇപ്പം നാമം ചൊല്ലുന്ന സമയത്ത് സിനിമ കാണാൻ ആരെ സമ്മതിക്കരുത്? ആരെ സമ്മതിക്കരുത്? ഇപ്പം നിങ്ങൾ രാവിലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവർ എത്ര പേരുണ്ട്? രാവിലെ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ആൾക്കാരാണ് വിചാരിക്കുക. നിങ്ങൾക്ക് അന്നൊരു കല്യാണത്തിനും പോകണം. അപ്പം നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഉടുക്കുന്നതിന് മുമ്പ്, അതായത് കല്യാണത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ മനസ്സെവിടെയുണ്ടാവുക? ഏത് സാരി ഉടുക്കണം? മറ്റേത് ഉടുക്കാൻ പറ്റില്ല, അത് അന്ന് അത് ഉടുത്തതാണ്, ഇന്നത് ഉടുക്കേണ്ടത്. ഏതുടുക്കണം? കാരണം ഇന്നത്തെ കാലം മാറി. ഇപ്പോൾ പണ്ട് ഉടുത്തത് വീണ്ടും ഉടുക്കില്ല. നോക്കൂ, ഇല്ല, ഇന്നിപ്പോൾ കാലം മാറിപ്പോയി. ഒരിക്കലും ഉടുത്തത് പിന്നെ ഉടുക്കില്ല ആൾക്കാർ. കാരണം നാട്ടുകാർ കണ്ടില്ലേ എന്നുള്ളത്. ഈ രീതിയിലൊക്കെ ഉള്ള ഫാഷൻ്റെ യുഗത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ വിഷ്ണുവിലിരിക്കുമോ മനസ്സ് സാരിയിലിരിക്കുമോ? അവർക്ക് പറയൂ. നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും. ആണോ ജനറലി ഞാൻ പറയണത്. അപ്പം മനസ്സിനെ, നിങ്ങളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി അവിടെ ഇരുന്നിട്ട് നിങ്ങൾ നാമം ചൊല്ലുക, ഹരേ രാമ ഹരേ, അപ്പോഴാണ് പാൽപ്പായത്തെ കൊണ്ടുപോകുന്നതിൻ്റെ സ്മെല്ല് വരുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും പാൽപ്പായസം ഷീട്ടാക്കേണ്ട കാര്യം പറയണം, ഹരേ പോയി, മനസ്സ് പോയി, മനസ്സാരുടെ കൂടെ പോയി, പാൽപ്പായസത്തിൻ്റെ കൂടെ പോയി. അതാണ് മനസ്സിനെ പിടിച്ചു കെട്ടൽ അത്ര എളുപ്പമല്ല. അപ്പം ഇത് പരിശീലിപ്പിക്കണം. കാലത്തൊക്കെ നേരത്തെ എണീറ്റ് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇരുന്ന് എന്ത് ചെയ്യണം? നാമത്തിൽ ലയിക്കണം. എന്ത് വേണം? അങ്ങനെയാണെങ്കിൽ പൂർണ്ണതയിൽ ചേരാം, അല്ലെങ്കിൽ പൂർണ്ണത കൈവരിക്കാം. ഇതല്ലേ നമുക്ക് വേണ്ടത്? അപ്പം അങ്ങനെ കപിലൻ പറഞ്ഞപ്പോൾ ഈ ഹിന്ദു മതത്തിൽ ഈ മരണം ശ്രദ്ധിക്കുക. അപ്പം മരിക്കുന്ന സമയത്ത് പ്രാണൻ പോയി ശരീരത്തിൽ നിന്നും മനസ്സിനെ വേർപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ സംഭവം?
പ്രാണൻ പോയി തോന്നുന്നു. ഇത് മനുഷ്യൻ്റെ പ്രാണൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഫാനിൻ്റെ കാര്യമല്ലല്ലോ. കുഴപ്പമില്ല. അപ്പോൾ മനസ്സിൻ്റെ പ്രാണനാണ്. ഇനി അതാരുടെയും പ്രാണൻ എടുക്കാതിരിക്കാൻ നോക്കണേ. അപ്പോൾ ഇപ്രകാരം നമുക്ക് എത്ര കൃത്യസമയത്താണ് പോയത് നോക്കൂ. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക, മനുഷ്യൻ മരിക്കുന്ന സമയത്ത്, മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ്, പ്രാണൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ശരീരവുമായി ആ ജീവന് യാതൊരു ബന്ധമില്ല. ഇപ്പം ജീവൻ എന്ന് പറയുന്നത് എന്താണ്, മനസ്സും പ്രാണനും ചേർന്ന കൂട്ടിനെയാണ് ജീവൻ എന്ന് പറയാം. ജീവൻ പോയി എന്ന് പറഞ്ഞാൽ മനസ്സും പ്രാണനാണ് വിട്ടുപോകുന്നത്. കാരണം മനസ്സിരിക്കുന്നത് പ്രാണനിലാണ്. പ്രാണൻ പോയാൽ ആരും പോയി, മനസ്സും പോയി. അപ്പം ആ പ്രാണനിൽ കുരുങ്ങിക്കിടക്കുന്ന മനസ്സിനെ നാമത്തിലൂടെ ബോധത്തിലെത്തിക്കലാണ് നമ്മുടെ ജോലി. പ്രാണനിൽ കുരുങ്ങിക്കിടക്കുന്ന മനസ്സിനെ പ്രാണൻ്റെ കൈവശത്തിനെ അടർത്തിയെടുത്ത് നാമത്തിലൂടെ എവിടെ എത്തിക്കണം? എളുപ്പം പണിയൊന്നും അല്ലത്, മനസ്സിലായില്ലേ? കാരണം ഇപ്പോൾ മനസ്സ് നിൽക്കുന്നത് പ്രാണനിലാണ്. ഇനി നമുക്ക് എത്തിക്കേണ്ടത്, ഉറക്കെ പറയൂ, ബോധത്തിലാണ്. ഈ പ്രാണനിൽ മനസ്സ് നിർത്തുന്നത് വാസനകളാണ്. ഇപ്പം ജപിച്ചാൽ എന്ത് സംഭവിക്കും? വാസന മുഴുവൻ കത്തിപ്പോവും. വാസന കത്തിപ്പോകും തോറും വാസന തീർന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് പ്രാണനുമായി ഒരു ബന്ധവുമില്ല. ഇപ്പം പ്രാണനുമായി മനസ്സ് ചേർന്ന് നിൽക്കുന്നതിന് കാരണം ജന്മാന്തര വാസനകളാണ്. ഈ വാസന എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവിച്ചതിൻ്റെ ഓർമ്മ, ആഗ്രഹിച്ച ആ കാര്യങ്ങളുടെ ഓർമ്മ, പലതിൻ്റെയും ഓർമ്മകളെയാണ് നമ്മൾ വാസനകളെന്ന് പറയും. ഈ ഇംപ്രഷൻസ്, ഈ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള മെമ്മറീസ്, ഒരുപാട് ഓർമ്മകൾ, ഇതാണ് വാസന. ഇത് പ്രാണനിൽ നിൽക്കുകയാണ്. നാമം ജപിച്ച് ആ ഓർമ്മയുടെ ശക്തിയെല്ലാം മീൻസ് ആ കെട്ടിക്കിടക്കുന്ന മെമ്മറികളുടെയൊക്കെ പവറ് കുറഞ്ഞു വരുമ്പോൾ മനസ്സിന് പ്രാണനുമായിട്ടുള്ള ബന്ധം കുറഞ്ഞ് അവസാനം മനസ്സ് പൂർണ്ണതയിലേക്ക് പോകും. മനസ്സിലായില്ലേ? അപ്പം അതുവരെ മനസ്സിനെ ആര് കൊണ്ടുപോകും? പ്രാണൻ പ്രാണൻ ശരീരത്തിന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ശരീരത്തിനും ആ ജീവനും തമ്മിൽ യാതൊരു ബന്ധമില്ല. അതുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിൽ ആ ശരീരത്തെ കത്തിച്ച് കളയുന്നത്. എങ്ങോട്ട് പോകുന്നു ഈ പ്രാണൻ ശരീരം വിട്ടാൽ പ്രാണന് നിലനിൽക്കണമെങ്കിൽ ജലം വേണം. ഏത് വേണം? അപ്പം അതുകൊണ്ട് പ്രാണൻ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ ജലത്തിലേക്ക് ചേരുന്നു എന്നാണ്. നമുക്ക് വളരെയധികം റെസ്പെക്റ്റ് തോന്നും നമ്മുടെ പൂർവികരോട്. നമ്മുടെ ഋഷിവര്യന്മാർ പറയുന്നത് ജീവൻ ജലത്തിലൂടെ യാത്ര ചെയ്യുന്നു എന്നാണ്. ഇതിലൂടെ ഇപ്പം 4 തരത്തിലാണ് ജീവൻ്റെ വികാസമുള്ളത്. 5000 വർഷം മുമ്പ് എഴുതി വച്ചിരിക്കുകയാണ്. ഇതിനെ ശ്വേതജം, ഉദ്ബീജം, അണ്ഡജം, ജരായുജം. ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വാക്ക് കേട്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് വാക്ക് ഞാൻ ഉപയോഗിച്ചത്? ശ്വേതജം. ശ്വേതം എന്ന് പറഞ്ഞാൽ ഈർപ്പം നടത്തം. ഈർപ്പത്തിലൂടെ ഫംഗസ്, ബാക്ടീരിയകളൊക്കെ. നിങ്ങൾ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചിട്ട് ആ ബ്രെഡ് 2 ദിവസം പുറത്തു വെച്ചാൽ അതിലെന്ത് വരും? പൂപ്പൽ വരും. അപ്പോൾ അതിലുള്ള ഈർപ്പത്തിൽ പൂപ്പലൊരു ജീവനാണ്, ഫംഗസ് ഒരു ജീവനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ജീവൻ അതിൽ പ്രകടഭാവമാണ്. കാരണം അതിൽ ഈർപ്പത്തിൻ്റെ അംശം അവർക്ക് പറയൂ ഉള്ളതുകൊണ്ട്. മനസ്സിലായില്ലേ? അതിലും ഒരു ജീവനുണ്ട് പറയാണ്. ഇനി അല്ലെങ്കിലോ ഉദ്ബീജം എന്ന് പറഞ്ഞാൽ വിത്തുകളിൽ കയറി വരും. ഇപ്പം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പയറായാലും ശരി, മമ്പയറായാലും ശരി, വെണ്ടയുടെ വിത്തായാലും ശരി, ആ വിത്തുകളിലൊക്കെ ചെറിയൊരു ഈർപ്പമുണ്ട്, അല്ലെങ്കിൽ ജലാംശമുണ്ട്. വിത്ത് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ മുളയ്ക്കില്ല. കാരണം ആ വറക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അതിലുള്ള ജലാംശം പോയാൽ പിന്നെ അതിനൊരിക്കലും അവർക്ക് പറയൂ മുളയ്ക്കാൻ പറ്റില്ല. അപ്പം അതിനെ മുളപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതിലുള്ള ജലാംശം. ആ ജലത്തിലാണ് ജീവനിരിക്കുന്നത് എന്നാണ്.
ഇനി നമ്മൾ മുട്ടകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല്ലിയുടെ മുട്ട മുതൽ വീട്ടിൽ ചിലപ്പോൾ പല്ലിയുടെ മുട്ടയൊക്കെ വീണ് പൊട്ടുമ്പോൾ അതിൻ്റെ അകത്തും എന്താണ്? വെള്ളമല്ലേ? ഏത് പക്ഷിയുടെ മുട്ട പൊട്ടിച്ചു നോക്കിയാലും അതിലൊക്കെ വെള്ളമാണ്. ഇനി നിങ്ങൾ മുട്ട എടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ, എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ കട്ടിയായി പിന്നെ അതിനൊരിക്കലും ഒരു കുഞ്ഞായി തീരാൻ സാധ്യമല്ല. ഇനി മനുഷ്യനായാലും ശരി, മൃഗങ്ങളായാലും ശരി, ബീജവും അണ്ടമൊക്കെ വെള്ളമാണ് അല്ലേ? അപ്പം ജീവൻ്റെ യാത്ര ഏതിലൂടെയാണ്? ജലത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഹിന്ദുമത സംസ്കൃതിയിൽ മരണാനന്തര കർമ്മങ്ങളൊക്കെ ജലവുമായി അല്ലെങ്കിൽ ജലാശയവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. മരിച്ച ശരീരം ദഹിപ്പിക്കുമ്പോൾ തന്നെ ഒരു കുടത്തിൽ വെള്ളം നിറച്ച് ആ കുടം പൊട്ടിക്കുന്നൊരു ചടങ്ങ് നമ്മുടെ ഹിന്ദു സംസ്കൃതിയിലുണ്ട്. അത് ഓർമ്മിപ്പിക്കുകയാണ്, ഈ ശരീരമാകുന്ന കുടം പൊട്ടി ഇനി അതിലെ ജലം പ്രാണനെയും അല്ലെങ്കിൽ പ്രാണൻ ജലത്തിലൂടെ അടുത്തൊരു ശരീരത്തെ അന്വേഷിച്ചുള്ള യാത്രയിലാണ്. അങ്ങനെ അന്വേഷിച്ചുള്ള യാത്രയിൽ ഒരു മനുഷ്യനായിട്ട് ജനിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഏതെങ്കിലും പുരുഷ ശരീരത്തിൽ കയറും. കുടിക്കുന്ന വെള്ളത്തിലൂടെയൊക്കെ രക്തത്തിലേക്ക് എത്തിച്ചേരും. രക്തം ജലമാണ്, വെള്ളമാണല്ലോ, അതിലെത്തിച്ചേരും. അതാണ് രക്തമാണ് ബീജമായി മാറുന്നത്. അത് ബീജത്തിലൂടെ അവസാനം ഒരമ്മയുടെ ഗർഭപാത്രത്തിലെത്തും. ഒരു പക്ഷേ എൻട്രി കിട്ടും. കാരണം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു അണ്ടമേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ഒരു ജീവന് മാത്രമേ അതിൽ എൻട്രി ഉള്ളൂ. 10,000 ജീവന്മാരാണ് ഒരു ജന്മം കിട്ടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ റിജക്റ്റഡായി അടുത്ത അച്ഛനെ അന്വേഷിക്കും. അപ്പോൾ ഒരച്ഛനിൽ നിന്നും മറ്റൊരച്ഛനിലേക്ക് ഒരച്ഛനെ കിട്ടുന്നത് വരെയുള്ള യാത്ര, അല്ലെങ്കിൽ ഒരാണിൽ നിന്നും മറ്റൊരാണിലൂടെ യാത്ര. ഇങ്ങനെയുള്ള യാത്രയുടെ പേരാണ് പിതൃലോകവാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മരണാനന്തരം മരിച്ച വ്യക്തികൾ പിതൃലോകത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പം പിതൃലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശരീരം കിട്ടുന്നത് വരെ ശരീരങ്ങളിൽ നിന്നും ശരീരങ്ങളിലൂടെയുള്ള യാത്രയുടെ പേരാണ് പിതൃലോകവാസം. എന്തൊരു സത്യമാണ് ഈ പറയുന്നത്. നോക്കൂ, നമ്മൾക്ക് ഒരു അഭിമാനം തോന്നുന്നത് ഈവൻ ഡാർവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് തിയറി ഓഫ് എവല്യൂഷൻ അവതരിപ്പിച്ചത്. കുറേ കാലം റിസർച്ച് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ജീവൻ ജലത്തിലൂടെയാണ് വികസിക്കുന്നത്. അമീബയെ അവതരിപ്പിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് മ്യൂട്ടേഷൻ വരുന്നു, മൾട്ടിപ്ലിക്കേഷൻ വരുന്നു. അങ്ങനെ വന്ന് മത്സ്യം, ആമ, തവള അങ്ങനെ വന്ന് അവസാനം മൃഗങ്ങളായി, അല്ലേ, മാമ്മൽസായി, പിന്നെ അങ്ങനെ വന്ന് നമുക്ക് ചിമ്പാൻസിയായി, അവിടെ നിന്ന് പിന്നീട് മനുഷ്യനായിട്ട് പരിണമിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിണാമ സിദ്ധാന്തം വായിക്കുമ്പോഴും ആ പരിണാമമൊക്കെ വരുന്നത് ജലവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഡാർവിനൊക്കെ ഇത് എഴുതി വയ്ക്കുന്ന, അപ്പം ഡാർവിൻ എത്രയോ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയതാണ്. അപ്പം നോക്കൂ, നമ്മുടെ പൂർവികന്മാർ പറയണു മരണാനന്തരം ജലത്തിലേക്ക് യാത്ര ചെയ്ത് ജീവൻ ജലത്തിലൂടെ യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നെയാണ് ഡാർവിന് കുറേ കാലത്ത് റിസർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിച്ചെങ്കിൽ എത്രമാത്രം സയൻറ്റിഫിക് തോട്ട്സ് ആയിരുന്നു ഭാരതത്തിലെ ഋഷിവര്യന്മാരെ. നോക്കൂ, നിങ്ങൾ മനസ്സിലാവുണ്ടോ? പറയൂ. ഇത് നമ്മൾ കുട്ടികളിലേക്കൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഹിന്ദു സംസ്കൃതിയോട് തന്നെ വലിയൊരു ബഹുമാനം ഉണ്ടാവും. ഇനി നമുക്ക് ഒരു കംപ്ലീറ്റ് ഗൈനിക് പഠനമാണ് ഇവിടെ. എന്താണ് പറയുക, നമുക്ക് അത്ഭുതം തോന്നും കപിലന് എവിടെ നിന്നാണ് ഇത്രയും അറിവ് കിട്ടിയത് എന്നുള്ളത്. നിങ്ങൾ ഭാഗവതത്തിലെ 3ാം സ്കന്ധത്തിലെ 31-ാം അധ്യായം, നമുക്ക് ഇത്തിരി സ്പീഡപ്പ് ചെയ്യണം, കാരണം നമുക്കിന്ന് സമയം കുറവാണ്. നരസിംഹാവതാരമൊക്കെ വരാനുള്ളതുകൊണ്ട് ഞാൻ വേഗം എടുക്കുകയാണ്. സമയമാണെങ്കിൽ നമുക്ക് ഓടുകയാണ്, പറക്കുകയാണ് സമയം. അപ്പോൾ ഇവിടെ 31-ാം അധ്യായത്തിൽ കപിലൻ പറയുന്നു, കർമ്മണ ദൈവനേത്രേണ ജന്തുർദേഹോപപത്തെ സ്ത്രീയാ പ്രവിഷ്ട ഉദരം പുംസോരേതക്കണാശ്രയ. അപ്പോൾ ഒരു ശരീരം വിട്ടുപോയ ജീവൻ അച്ഛനിലൂടെ അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യമാണ് പറയണത്. കാണുന്നുണ്ടോ? 31-ാം അധ്യായം 3ാം സ്കന്ധം. കർമ്മണ ദൈവനേത്രേണ
ജന്തുർദേഹോപപത്തി, ഒരാണിൻ്റെ ശരീരത്തിലേക്ക് സ്ത്രീയാ പ്രവിഷ്ട ഉദരം, ഒരു സ്ത്രീയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കുന്നു. പുംസ രേതക്കണാശ്രയ, രേതസ്സുമായി ചേർന്ന്, അതായത് അണ്ഡവുമായിട്ട് ചേർന്ന്. എന്നിട്ട് എന്താവുന്നു? അടുത്ത ശ്ലോകം മുതൽ നോക്കൂ. എന്താണ്? കലലം തു ഏകരാത്രേണ. അപ്പം കലലം എന്ന് പറഞ്ഞാൽ കൊഴുത്ത ഒരു പദാർത്ഥമായിട്ട് അതങ്ങനെ ട്യൂബിൽ കിടക്കുന്നു. അവിടെ നിന്ന് പിന്നീട് അത് ഗർഭപാത്രത്തിലേക്ക് എത്തി, അങ്ങനെ യൂട്രസിലെത്തി, പിന്നെ അവിടെ നിന്ന് വളരുകയാണ്. അങ്ങനെ ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നോക്കൂ, പഴയ കാലത്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ കുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു സ്ത്രീ പുരുഷ ജീവിതം എന്ന് പറയണത് ഒരു നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനുള്ള ഒരു ജന്മമാണ്. ഇന്നിപ്പോൾ നോക്കൂ, പല അച്ഛനമ്മമാർക്കുള്ളൊരു വിഷമം എന്ന് വെച്ചാൽ കുട്ടികളൊന്നും പറഞ്ഞാൽ അനുസരിക്കില്ല. അവർ വളരെയധികം ഒരു എന്താ പറയുക, ഹൈപ്പറായിട്ടും റെസ്റ്റ്ലെസ്സായിട്ടും വാശിക്കാരായിട്ടും ദേഷ്യക്കാരായിട്ടൊക്കെ മാറുന്നു. അപ്പം അവരുടെ ക്യാരക്ടർ ഒരുപാട് മാറിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇന്ന് പിടിച്ചിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കഴിവുള്ള കുട്ടികൾ വളരെ കുറവാണ്. അതുകൊണ്ട് പല രക്ഷിതാക്കളും മക്കളായി കഴിഞ്ഞാൽ ദുഃഖിക്കുകയാണ്. അങ്ങനെ അവരൊന്നും അടക്കിയിരിക്കാൻ പറ്റുന്നില്ല. അവർക്കൊക്കെ ഫോൺ വേണം. കുട്ടികൾക്ക് അതിനോടൊരു അഡിക്ഷൻ വളരെ കൂടി വരികയാണ്. അപ്പോൾ ഇതിനെന്താണ് ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കിത് പറ്റില്ല, നമ്മൾ ജനറേഷനെ പഠിപ്പിക്കണം. അതായത് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഒരു സ്ത്രീയുടെ അണ്ഡം തിരഞ്ഞെടുക്കുന്ന ബീജം, അതേത് ബീജത്തെ വേണം എന്ന് തീരുമാനിക്കുന്നത് ഒരു സ്ത്രീയിലുള്ള 3 കാര്യങ്ങളാണ്. ഇതിന് പറയും അണ്ഡപുഷ്ടി, സങ്കല്പശക്തി, കാല അനുഗ്രഹം, ദൈവാനുഗ്രഹം എന്ന് പറയില്ലേ. ഇത് 3ഉം ഒത്തു വന്നാൽ ആ ബീജങ്ങളിൽ ഏറ്റവും സർവശ്രേഷ്ഠമായ ബീജത്തെയായിരിക്കും ആ അണ്ഡം തിരഞ്ഞെടുക്കുന്നത്. ഇത് നമുക്ക് മഹാഭാരത കഥയിൽ കാണാം. വ്യാസഭഗവാനോട് സത്യവതി ദേവി പറയും, കുലം അന്യമാവുകയാണ്, കുരുവംശത്തിൽ സന്താന പരമ്പരകളില്ല, നമ്മുടെ കുലം കുട്ടികളില്ലാത്തതായി മാറുകയാണ്, അവിടുന്ന് അനുഗ്രഹിക്കണം. കുലത്തിന് വേണ്ടി ഇത്രയും പാരമ്പര്യമുള്ള പഴക്കമുള്ള തല ഉയർത്തി നിന്ന കുരുവംശത്തെ അന്യമാക്കരുത്. അപ്പം പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അംബികയും അംബാലികയും, അമ്പ പോയി, അംബികയും അംബാലികയും രണ്ടുപേരും വിധവകളായി. ഒരാൾ ഭർത്താവ് മരിച്ചു, മറ്റൊരാൾ രോഗിയായിട്ട് മരിച്ചു, രണ്ടും വിധവകളായി, മക്കളില്ല. അപ്പോൾ പറഞ്ഞു, ഒരു വ്രതം അനുഷ്ഠിക്കട്ടെ, എന്നിട്ട് ഞാൻ സന്താന അനുഗ്രഹം കൊടുക്കാം. അപ്പോൾ ഈ സ്ത്രീകൾക്ക് അതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് കുഞ്ഞുങ്ങളെ വേണ്ട, അവർക്ക് വ്യാസരെ തന്നെ സ്വീകരിക്കാൻ അവർക്ക് മനസ്സുണ്ടായില്ല. അങ്ങനെ ഒരു തരം ബലാത്സംഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബലാത്സംഗം എന്ന് പറയാൻ പറ്റില്ല, വ്യാസൻ്റെ ഇഷ്ടത്തിനങ്ങോട്ട് വഴങ്ങിക്കൊടുക്കുന്നൊരു സ്ത്രീകളായി മാറിയവർ. അതായത് മനസ്സുകൊണ്ടൊരിക്കലും അവർക്ക് അങ്ങനെ ഒരു കുഞ്ഞു വേണമെന്ന് തോന്നിയില്ല. ആ ബന്ധത്തിലുണ്ടായ 2 മക്കളാണ് അന്ധനായ ധൃതരാഷ്ട്രം, രോഗിയായ പാണ്ഡു. നോക്കണം എത്ര മഹാനായിരുന്നു വ്യാസൻ എന്നുള്ളത്. എന്നാൽ അതേ വ്യാസനെ വളരെ ഭക്തിയോടെ ആദരവോടെ അദ്ദേഹം പറഞ്ഞ വ്രതങ്ങൾ അനുഷ്ഠിച്ച് സ്വീകരിച്ചപ്പോൾ, ഉത്തമനായൊരു പുത്രൻ എനിക്ക് ജന്മം തരണം എന്ന് ആഗ്രഹത്തോടെ വ്യാസരെ സ്വീകരിച്ചപ്പോൾ, അതിൽ നിന്നും ദാസിക്ക് കിട്ടിയ പുത്രനാണ് വിതുരൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കൂ, 3 പേരുടെയും പിതൃത്വം വ്യാസർക്കാണ്. അപ്പം വ്രതനിഷ്ഠയോടെ വ്യാസരെ സ്വീകരിച്ചപ്പോൾ ധർമ്മിഷ്ഠനായ വിതുരൻ വരുന്നു. എന്നാൽ വെറും ഒരു വൈകാരികതയിൽ ഇഷ്ടമില്ലാതെ നിനക്ക് വേണമെങ്കിൽ നീ എന്ത് ചെയ്തോ എന്നുള്ള രീതിയിൽ, ആ രീതിയിലൊക്കെ വ്യാസനെ സ്വീകരിച്ച സമയത്ത് അതിൽ നിന്നും കിട്ടിയ കുട്ടികളാണ് രോഗിയും കണ്ണ് കാണാൻ വയ്യാത്ത
ഇതൊക്കെ എന്തിനാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പെൺകുട്ടികളൊക്കെ അവശ്യം എടുക്കേണ്ട വ്രതമാണ്, സന്താനങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്ന സമയത്ത് എടുക്കേണ്ട വ്രതമാണ് പയോവ്രതം എന്നൊരു വ്രതം. ഈ വ്രതത്തെക്കുറിച്ച് നാളെ നമുക്ക് നാളെയല്ല മറ്റന്നാൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. കാരണം അത് ഭാഗവതത്തിൽ അതിഥിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭർത്താവായ കശ്യപൻ. ഇത് നമ്മൾ പ്രചരിപ്പിക്കണം. നമ്മുടെ കുട്ടികൾക്ക് പയോവ്രതം എടുക്കാനുള്ള ഒരു ജനറേഷൻ അത് പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും ഓട്ടിസം ബാധിച്ചതും അമ്മയെ കൊല്ലുന്നതും അമ്മയെ തല്ലുന്നതും അമ്മയെ കുത്തുന്നതും അങ്ങനെയുള്ള കുട്ടികളൊന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന വാർത്തകളൊക്കെ സ്വന്തം അമ്മയെ പോലും ഉപദ്രവിക്കുന്ന മക്കളായി മാറുകയാണ്. ആണോ? അമ്മയെ അടിക്കുന്ന മക്കളായിട്ട് നോക്കൂ നിങ്ങൾ, എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്. ക്രൂരതയിലേക്ക് മനുഷ്യൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം. അപ്പം ഒന്നാമത്തെ രാത്രി കലലം, പിന്നെ അങ്ങനെ പോയി മാസേന ശിരോന്ന്. ആദ്യം രൂപപ്പെടുന്നത് ശിരസ്സാണെന്ന് കപിലൻ പറയുന്നത്. എങ്ങനെ കപിലിന് മനസ്സിലായ ഒരു പിടിയില്ല. ഏത് സ്കാനിങ് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? പണ്ട് കാലത്ത് ഇങ്ങനെ ഗർഭത്തിലിരിക്കുന്ന കുട്ടികളെ കാണാൻ ഇപ്പം 3D സ്കാനിങ് ഒക്കെ വന്നു. കുട്ടി ഏത് പൊസിഷനിലും കാണാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പണ്ട് ഇങ്ങനെയുള്ള സ്കാനിങ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടോ? പക്ഷെ കപിലൻ പറയുന്നു ഒന്നാമത്തെ മാസം തലയുണ്ടാവും. അപ്പം തലയിൽ നിന്നാണ് ഒരു കുട്ടി രൂപപ്പെടുന്നത്. അതെന്താ തലയിൽ നിന്ന് രൂപപ്പെടാൻ കാരണം? ചെറിയ കുഞ്ഞുങ്ങളുടെയൊക്കെ തലയിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഈ മൂർധാവ് ഭാഗത്ത് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു സ്കിൻ ഭാഗമുണ്ട്. അപ്പോൾ അവിടെ സ്കൾ ആ എല്ലാം അങ്ങോട്ട് വന്ന് പരന്നിട്ടില്ലേ ആ ഭാഗത്ത് ഒരു കുഴി പോലൊരു ഭാഗം കാണാം. കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളുടെ? ഈ ഒരു ഭാഗത്തെ വിളിക്കുക ബ്രഹ്മരന്ധ്രം എന്നാണ്. എന്താണ്? ഈ ഒരു സുഷിരത്തിലൂടെയാണ് പ്രാണൻ മനസ്സിനെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രാണൻ്റെ എൻട്രി ബ്രഹ്മരന്ധ്രത്തിലൂടെയാണ്. അപ്പം മുകളിലൂടെയാണ് പ്രാണൻ വരുന്നത്. അതുകൊണ്ട് തിരിച്ചുള്ള യാത്രയും മുകളിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ പോക്കും മുകളിലൂടെ തന്നെ വേണം. എങ്ങനെയൊക്കെയാണ് അതൊക്കെ പൂർവികർ കണ്ടെത്തിയിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. മുകളിലൂടെ പ്രാണൻ കയറി പിന്നീട് രണ്ടാമത്തെ മാസമാവുമ്പോഴേക്കും കൈകാലുകൾ വന്നു. ബാഹ്യങ്ക്രിയാദിംഗ വിഗ്രഹ നോക്കൂ, പുസ്തകം നോക്കണം. പിന്നെ നഗലോമാസ്യ ചർമാണി ലിംഗഛിദ്രോദ്ഭവ ത്രിബി. മൂന്നാമത്തെ മാസമാകുമ്പോഴേക്കും ആണെന്നോ പെണ്ണെന്നോ ഉള്ള ലിംഗം ജെൻഡർ അറിയാൻ തുടങ്ങുന്നതാണ്. ഇപ്പോൾ സോണോഗ്രാഫി പോലുള്ള സിസ്റ്റങ്ങളിലൊക്കെ ആണും പെണ്ണൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന. ഇപ്പം കപിലൻ പറയുന്നു മൂന്നാമത്തെ മാസമാകുമ്പോഴേക്കും ആണെന്നും പെണ്ണെന്നുള്ള രൂപങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെ കപിലനതൊക്കെ മനസ്സിലായില്ലേ? ഇന്നിപ്പം ഏറെക്കുറെ അത് ശരിയാണ് ഈ പറയുന്നത്. ഇന്നിപ്പോൾ ഗൈനക്കോളജി പറയുന്നത് ഓൾമോസ്റ്റ് ഇത് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് നാലാമത്തെ മാസമാകുമ്പോഴേക്കും സപ്തധാതുക്കൾ, അതായത് അംബലിക്കൽ കോഡ് കണക്ട് ചെയ്തു എന്നർത്ഥം. അപ്പോഴാണ് സപ്തധാതുക്കൾ അമ്മയുടെ ശരീരത്തിൽ നിന്നും കുട്ടിക്ക് വേണ്ടതൊക്കെ കിട്ടാൻ തുടങ്ങി. അഞ്ചാമത്തെ മാസമാകുമ്പോഴേക്കും കുട്ടി വളർച്ച വന്നു. അമ്മയുടെ ശരീരത്തിൽ നിന്നൊക്കെ വേണ്ടത് വലിച്ചെടുത്ത് ആ കുട്ടി വളരാൻ തുടങ്ങി. ആറാമത്തെ മാസമാകുമ്പോഴേക്കും ഷഡ്ഭി ജരായുനാവിധ കുക്ഷോഭ്രാമിത ദക്ഷിണേ. ആ കുട്ടി ക്രമേണ താഴോട്ട് തല തൂങ്ങി താഴോട്ടുള്ള യാത്ര തുടങ്ങും. അപ്പം ആദ്യം തല മുകളിലേക്കും പിന്നെ തല ചരിഞ്ഞ് താഴോട്ട്. ഇനി കപിലൻ പറയാണ് ഈ സമയങ്ങളിലൊക്കെ അമ്മ കഴിക്കുന്ന ആഹാരം വളരെ ശ്രദ്ധിക്കണമെന്നാണ്. ഇതൊക്കെ അന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. കട്വാമ്ല ലവണ അത്യുഷ്ണ ഉൽബണേ മാതൃപുക്തേ ഉപസൃഷ്ട സർവാങ്കുത്തിത വേദന. ഞാൻ പറയണൊക്കെ ശ്ലോകങ്ങളാണ്, നോക്കണം നിങ്ങൾ. അതായത് അമിതമായ എരിവും പുളിയും ഉപ്പും മസാലയും ഒക്കെ ഉള്ള സാധനങ്ങൾ അമ്മ അധികം ഗർഭിണികൾ കഴിച്ചാൽ കുട്ടിക്ക് സർവാങ്കുത്തിത വേദന. കുട്ടിക്ക് എന്ത് വരും? ഭയങ്കരമായ അസഹ്യത വരും. ബോധം പോവും ചില സമയത്ത് എന്നാണ് പറയണ. മൂർച്ഛാമാപ്നോതി, ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയമൊക്കെ വരും. എന്നിട്ട് കുട്ടി വളരെയധികം കഷ്ടപ്പെടും അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് കുട്ടിക്ക് ചില സമയത്ത് ഈ കഴിച്ച ഭക്ഷണങ്ങളിലൊക്കെ കുട്ടിക്കും മലമൂത്രങ്ങളൊക്കെ പോവും. കുറച്ചൊക്കെ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് എക്സ്ക്രീറ്റകളൊക്കെ പോവും. അതിലൊക്കെ ചില അണുക്കൾ പോലെ ഫംഗസുകൾ വന്നു കൂടും. ഈ ഭക്ഷണം അമ്മ കഴിക്കുന്നതൊക്കെ അങ്ങനെ ഫംഗസ് രൂപപ്പെടുത്തുന്നതാണെങ്കിൽ അത് കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള
ഒരുതരം ചൊറിച്ചിലും അസഹ്യതയും ഉണ്ടാക്കുന്നതാണ്. കുട്ടിക്ക് അങ്ങോട്ട് നരകമായിത്തീരും ആ ഗർഭപാത്രം എന്നാണ്. കാരണം ഈ ചൊറിച്ചിൽ അനുഭവപ്പെട്ടിട്ടേ ഭയങ്കരമായിട്ട് കുട്ടി എങ്ങനെ, അതാണ് ചില കുട്ടികൾക്ക് ഈ ഫിറ്റ്സ് പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. ഇതിലൊക്കെ കാരണം അമ്മ കഴിക്കുന്ന ആഹാരസ്വം, ഇതൊക്കെ പിന്നീട് ക്യാരക്ടറിനെ ബാധിക്കും. അതാണ് പല കുട്ടികളും ഹൈപ്പറൊക്കെയായി മാറുന്നത്. അവിടെ തന്നെ അതിനൊരു സ്വൈരമില്ലാതെ എൻ്റെ സ്വഭാവത്തെ അത് ബാധിക്കുന്നതാണ്. അപ്പം ആഹാരത്തിൽ എത്രമാത്രം നിഷ്കർഷ വയ്ക്കണമെന്ന് കപിലൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ്, ആ കുട്ടി അമ്മയുടെ വയറ്റിലിരുന്ന് തന്നെ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ട് തന്നെ ഓർക്കുന്നതാണ്. ഈവൻ നമ്മൾ മരണസമയത്ത് പോലും നമ്മുടെ പ്രധാന ഇവൻസുകളൊക്കെ ഓർക്കുന്നതാണ് ഇപ്പോഴത്തെ ന്യൂറോ സയൻസൊക്കെ പറയുന്നത്. മരണസമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർക്കുന്നതാണ്. അറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക്, സ്മൃതി മണ്ഡപത്തിലേക്ക് അതെല്ലാം കടന്നു വരും. ഇതുപോലെ ആ കുഞ്ഞും കുറേ കാര്യങ്ങളൊക്കെ ഓർക്കും. മനസ്സിലായില്ലേ? ഇതെല്ലാം കാണുമ്പോൾ, കഴിഞ്ഞ ജന്മത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ദൈവമേ ഞാനിങ്ങനെയൊക്കെ ആണല്ലോ ജീവിച്ചത്, ഇനിയെങ്കിലും എനിക്കൊരു ഭക്തിയുള്ള ജന്മം ഉണ്ടാവണേ എന്നൊക്കെ കുട്ടി ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഒരു സ്തുതി ചെയ്യുന്നത് ഇവിടെ ഭാഗവത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇവിടെ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ശിശുവിൻ്റെ സ്തുതി ഭാഗവത്തിൽ മനോഹരം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നോക്കുന്നില്ല, അതിന് സമയമില്ലാത്തതുകൊണ്ട്. കപിലൻ പറയുന്നത്, ആ കുട്ടി അവസാനം പറയാണ്, തസ്മാദഹം വിഗത വിക്ലവ ഈശ്വരസ്യ. എനിക്ക് അവസാനം ഭഗവാനെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ മനസ്സെത്രയും ഭക്തി നിറഞ്ഞ് വിഷ്ണുപാദത്തിലെത്തി ഇനിയും ഇതുപോലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കാൻ എനിക്കൊരിക്കലും ഇടമുണ്ടാവരുത്. ഇനിയെങ്കിലും എനിക്കൊരു പൂർണ്ണതയിലേക്ക് എത്താൻ ഒരു വഴികാട്ടികളെ കിട്ടണം, നല്ലൊരു സത്സംഗത്തിനുള്ള സൗകര്യം ഉണ്ടാവണം, നല്ലൊരു കൂട്ടുകെട്ടുണ്ടാവണം എന്നൊക്കെ മനസ്സിലങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടാണത്രേ അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. പക്ഷേ ആ പുറത്തേക്ക് വരുന്നതോടുകൂടി ഈ പറഞ്ഞതും പറക്കെ എല്ലാം മറന്നുപോയിട്ട് വീണ്ടും ശങ്കരൻ തെങ്ങും തന്നെ. പണ്ട് എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം അനുഭവിച്ച് തന്നെ ജീവിതം തീർത്ത് പുനരഭിജനനം, പുനരഭി മരണം, പുനരഭി ജനനി, ജഡരേ ശയനം, ഈ ചക്രത്തിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു എന്നാണ്. നോക്കൂ എത്ര ഗംഭീരമായിട്ടാണ് ഇതൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയോട് പറയാണ്, അമ്മ ഇതിനൊന്നും കാത്തിരിക്കണ്ട, അമ്മയുടെ ജീവിതം ധന്യമാവണം. 31-ാമത്തെ അധ്യായത്തിൽ 3-ാം സ്കന്ധത്തിൽ കപിലൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ലാസ്റ്റ് ഉപദേശങ്ങൾ അതിഗംഭീരമാണ്. അവിടെ പറയാണ്, അമ്മയോട് എനിക്ക് പറയാനുള്ളത്, അമ്മയുടെ ജീവിതം ആരുണ്ട് ആരില്ല എന്നൊന്നും ഓർത്ത് ദുഃഖിച്ചിരിക്കരുത്. എന്ത് ചെയ്യണം? 33-ാം അധ്യായത്തിൽ 23-ാം ശ്ലോകത്തിൽ പറയും, ധ്യായതീ ഭഗവദ്രൂപം യഥാഹധ്യാനഗോചരം സുതപ്രസന്നവദനം സമസ്തവ്യസ്തചിന്തയാ ഭക്തിപ്രവാഹയോഗേന വൈരാഗ്യേണ ബലീയസാം യുക്താനുഷ്ഠാനുജാതേന ജ്ഞാനേന ബ്രഹ്മഹേതുനാം നിത്യാരൂഢസമാധിത്വൽ പരാവൃത്തഗുണഭ്രമാം ന സസ്മാരതദാത്മാനം സ്വപ്നേ ദൃഷ്ടമിവോത്തിതാം ഏവം സകപിലോക്തേന മാർഗേണാചരിതപരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തമവാപത. ഞാൻ അവിടെ മുടിക്കേണ്ട ചൊല്ലുന്നത്, കാരണം സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറയാനുള്ള സമയം ഇവിടെ ഇല്ല. അപ്പോൾ പറയുന്നത് ഇതാണ്, നിരന്തരമായി കപിലൻ പറഞ്ഞ പ്രകാരം, കപിലൻ പറഞ്ഞു കൊടുത്ത പ്രകാരം പറയുന്നത്, ഏവം കപിലോക്തേന മാർഗേണ, കപിലൻ പറഞ്ഞ മാർഗത്തിലൂടെ ചരിച്ച് ആ അമ്മ അവസാനം പൂർണ്ണതയിൽ കൈവരിച്ചു എന്നാണ്. അമ്മയുടെ ശരീരം അളിഞ്ഞ് അല്ലെങ്കിൽ അഴുകി അവസാനം അതൊരു നദിയായി തീർന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. അത്രമാത്രം ധന്യതയാർന്ന ഒരു ജീവിതം നടത്തിയ അമ്മയായിരുന്നു ആര്? അപ്പോൾ കല്യാണത്തിന് മുമ്പ്, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കുറേ കാലം ജപിച്ച് ഭർത്താവിൻ്റെ കൂടെ അങ്ങനെ ശീലിച്ചതുകൊണ്ട് പിന്നീട് അവർക്ക് ആ ഒരു ജപ സംസ്കാരത്തിലേക്ക് പോകാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ബേസ് ഓൾറെഡി ഉണ്ട്. അപ്പം അതുകൊണ്ട് സമയം നമ്മൾ ഇതിനൊക്കെ ചെലവഴിച്ചാൽ
പ്രായമാകും തോറും നമുക്ക് ആ ജപത്തിൽ അങ്ങനെ മുഴുകി സമയം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിലായില്ലേ? ഒറ്റയ്ക്കായി ഒറ്റപ്പെട്ടു എന്നുള്ള വിഷമങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല. ജീവിതം ആസ്വദിക്കാൻ പറ്റും. അപ്പം ജീവിതം ആസ്വദിക്കണമെങ്കിൽ മനസ്സ് നാമത്തിൽ മുഴുകി അലിഞ്ഞ് ലയിച്ച് അത് ശീലിച്ചെടുക്കണം, അത് കൈവരിക്കണം. അപ്പോൾ ഇപ്രകാരം ഈ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ 4-ാം സ്കന്ധത്തിലേക്ക് കിടക്കുകയാണ്. സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവുകയാണ്. 4-ാം സ്കന്ധത്തിൽ ആദ്യം നമ്മൾ കാണുന്നത് ദക്ഷൻ്റെ കഥയാണ്.